ഒരു മെറ്റീരിയലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരണശേഷമാണെങ്കിലും ഇവർക്ക് ഈ മെറ്റീരിയലിനോട് എപ്പോഴും ഒരു അടുപ്പമുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയൽ വേറെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടണമെന്നില്ല. ആക്സിഡൻറ്റ് ഡെത്തുകൾ കാണാറുണ്ട്. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് ഏറ്റവും ലാസ്റ്റ് വിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. 24 hours ആ പ്രാണൻ അവിടെ ഉണ്ടാവും. ആ സമയത്ത് പല ആൾക്കാർ എക്സ്ട്രീം ലെവലിലേക്ക് ആൾക്കാരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. മിക്ക ഹോസ്പിറ്റലുകളിലും 13 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിഫ്റ്റിൽ? പല ഡോക്ടേഴ്സും പല സിസ്റ്റേഴ്സും പറയും ആ ബെഡിൽ വന്ന പേഷ്യൻ്റ് മരിക്കുമെന്ന് പറയും. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. ഈ ആത്മാവോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തുരിയ സ്റ്റേജിൽ നിൽക്കുന്നവരെന്ന് പറയും. ഈ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ്, പരലോക നിയമങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. പരലോക നിയമങ്ങൾ എന്ന് പറയുന്നത് 2 ആത്മാക്കൾ എഴുതിയ ബുക്കാണ്. ഏഞ്ചൽ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഡിഗ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ്, അതിന് മുൻപ് എന്ത് സംഭവിച്ചു, നമ്മൾ എവിടെ നിന്ന് പ്രീവിയസ് ബർത്ത് ഉണ്ടോ, നമുക്ക് എന്തൊക്കെ കർമ്മമുണ്ടോ, അവിടെയാണ് ഈ പറയുന്ന ചിത്രഗുപ്തൻ്റെ ലൈബ്രറി എന്ന് പറയും. ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കാർമിക് ലൈബ്രറി ഇവർക്ക് തുറക്കാൻ പറ്റും. വളരെ അടുത്തൊരു പ്രസിദ്ധനായ ഒരു ഗായകൻ ഇടയ്ക്ക് മരിച്ചു പോകുന്നു, പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സോളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു ഹീലറാണ്. ഈ ഏഞ്ചൽ ഹീലിംഗ് പോലെ പല ടാരോട്ട് പല സംഭവങ്ങൾ ചെയ്യുന്നവരാണ്. വൈറ്റിലെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റിൽ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് എല്ലായിടത്തും ഉണ്ട്. ആദ്യം വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രി ആ കുട്ടി, അദ്ദേഹത്തിൻ്റെ മകള് കിടന്നുറങ്ങുന്ന സമയത്ത്, കൊച്ചുകുട്ടിയാണ്, 10 വയസ്സിന് താഴെയുള്ള കുട്ടി. ആ കുട്ടി പേടിക്കുന്നു, ഉറങ്ങുന്നില്ല, ഭയങ്കരമായി സംസാരിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ അവിടെ പോയി സോളോട്ട് സംസാരിച്ചു. ആരാ, എന്താ എൻ്റെ മോക്ക് പ്രശ്നം, ഇങ്ങനെ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ അച്ഛൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്ന് എന്നുള്ളതാണ് ആ സോളിൻ്റെ കഴിവ്. അതുപോലെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് രാത്രി ഭാഗങ്ങളിൽ പോയി നോക്കി വിളികൾ കേൾക്കാം, ഒരുപാട് വിളികൾ കേൾക്കാം. അപ്പോൾ മോർച്ചറിയുടെ ഭാഗത്തൊക്കെ പോകുമ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം ഒരുപാട് പേര് പറയുന്നുണ്ട്. ട്രിവാൻഡ്രത്തിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വെള്ളനാട് നിന്ന് ആര്യനാട് പോകുന്ന റൂട്ടുണ്ട്. രാത്രി ആരും ഒരു ട്രാവൽ ചെയ്യില്ല. ഈ മരണത്തിന് മുൻപ് നമ്മളെ വിളിക്കാൻ നമ്മുടെ പൂർവികന്മാർ വരുമെന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെയോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അതായത് ഈ മരണമായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പലരെയും കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അപ്പം ചിന്തിക്കില്ല ഇതെന്താ സംഭവം, ഞാൻ ഇന്നയാളെ കണ്ടു, സംസാരിക്കുന്നു, ഇങ്ങനെ നോക്കി സംസാരിക്കുന്നു. അപ്പോൾ ഇവരാരുടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പേടിക്കുന്ന സമയത്ത് ആ ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമ്മുടെ ബോഡിയിലേക്ക് നെഗറ്റീവ് എനർജീസ് ചെയ്യുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന എല്ലാം ആത്മാക്കളാണ്. ഈവൻ നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം ഞാനും സാന്ദ്ര ഇവിടെ ഇരിക്കുന്നു. ഈ പ്ലേസിൽ എത്ര പേരുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് സോൾ പ്രസൻസ് ഇവിടെ ഉണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ സാന്ദ്രയ്ക്ക് അറിയാൻ പറ്റും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ആത്മാക്കളുണ്ടോ എന്ന ക്വസ്റ്റ്യൻസിന് ഉണ്ട് എന്നാണ് 100% പറയാനുള്ളത്. അത് ഇവിടെ ഓരോ പാരാസൈക്കോളജിസ്റ്റും ഓരോരോ എക്സ്പീരിയൻസാണ്. ആത്മാക്കളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണല്ലേ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്രെയിനുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്നത് ഏതാണ്? നമ്മുടെ കണ്ണുകളാണ് അല്ലേ. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. അതായത് ഈ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ്, പരലോക നിയമങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. പരലോക നിയമങ്ങൾ എന്ന് പറയുന്നത് 2 ആത്മാക്കൾ എഴുതിയ ബുക്കാണ്. ഇപ്പോൾ ചോദിക്കും എങ്ങനെ ആത്മാക്കൾ എഴുതിയെന്ന് ചോദിക്കും. ഒരു അമ്മയുടെ 2 മക്കൾ മരണപ്പെട്ടു പോയി. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബുക്കാണ്. 1981 തോന്നുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ആൻഡ് ആമസോണിലൊക്കെ ബുക്സ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ അമ്മ ഭയങ്കര വിഷമത്തിരിക്കുക. മക്കളും 2 പേരും കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതിനു ശേഷം ഈ മക്കൾ ഒരു മീഡിയമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആത്മാക്കളോട് സംസാരിക്കുക? നമുക്കിവിടെ ഒരുപാട് മീഡിയംസ് ഉണ്ട്. അതായത് ഈ ആത്മാവോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തുരിയ സ്റ്റേജിൽ നിൽക്കുന്നവരെന്ന് പറയും. അപ്പോൾ തുരിയ സ്റ്റേജ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. ആത്മാക്കളെ കാണുന്ന ഒരാളാണ്. പല ആൾക്കാർക്കും കാണാൻ പറ്റും, നമുക്ക് ചിലപ്പം കാണാൻ പറ്റണമെന്നില്ല അല്ലേ. അത് നമ്മുടെ ഒരു സ്റ്റേജ് ഒന്നുകിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യമായി കാണുക. ഇപ്പോൾ ഇദ്ദേഹം പലയിടത്തും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കേസുകൾ തെളിയിച്ചത് ഈ ആത്മാക്കളുടെ പ്രസൻസ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പലരും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസ് ക്ലബ്ബിൽ 2023 നടന്നൊരു
ഒരു ബുക്ക് പബ്ലിഷ്മെൻ്റ് ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തനായ ഡോക്ടർ രാധാകൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന പാരാസൈക്കോളജിസ്റ്റിൻ്റെ ബുക്കായിരുന്നു പബ്ലിഷ് ചെയ്തത്. ഞാനും ഉണ്ടായിരുന്നു. ഒപ്പം നമുക്ക് ബഹുമാനപ്പെട്ട ശ്രീ ബോച്ച ഉണ്ടായിരുന്നു. ഈ നമ്മുടെ റിട്ടയർഡ് DGP ആയിട്ടുള്ള അഡീഷണൽ DGP ആയ അലക്സാണ്ടർ ജേക്കബ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ബെഡ്റൂമിലെ പ്രേതം, ഞാൻ ബെഡ്റൂമിൽ പ്രേതത്തിനെ കണ്ടു. സോ അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, പ്രേതത്തിനെ കണ്ടു? എല്ലാവരും ഉണ്ട്, ഈവൻ എല്ലാ മീഡിയക്കാരും ഉണ്ട്. ഞാൻ ചോദിച്ചു, സാർ പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നു, ഇതൊരു ഇല്യൂഷൻ മാത്രമാണോ? എനിക്ക് നിരവധി എക്സ്പീരിയൻസ് വേറെ ഉണ്ട്. പക്ഷേ ഇതിപ്പം വേറൊരാൾ പറയുമ്പോൾ ആ എക്സ്പീരിയൻസിനെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മാവുണ്ടോ എന്നൊക്കെയാണല്ലോ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ വെള്ള സാരിയെ കൊടുത്തൊരു പ്രേതം നിൽക്കുന്നു. ഇത് സിനിമാ കഥയല്ലേ? അബ്സല്യൂട്ട്ലി സിനിമാ കഥയല്ലേ എന്ന് ചോദിച്ചു. നല്ല പ്രദീപ്. പിന്നെ പുള്ളി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ പറയുന്നു. പിന്നെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തെളിയിച്ച കേസുകളെല്ലാം ഈ ആത്മാവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പറയുന്നു. തെളിയാതെ കിടന്ന കേസുകൾ ആത്മാവിനെ വച്ചിട്ടാണ് അദ്ദേഹം റൂട്ട് ചെയ്ത് പോയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവ് ഉണ്ടോ എന്ന പ്രശ്നം 100% ഉണ്ട്. 2, ആത്മാക്കൾ പല രീതിയിലാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്, ഈ പറയുന്ന ലേഡിക്ക് 2 മക്കൾ നഷ്ടപ്പെടുന്ന സമയത്ത് 2 മക്കളെ ഒരു മീഡിയം കാണുന്നു. ആ മീഡിയം ഇവരോട് സംസാരിക്കുന്നു. മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും മീഡിയം ആവാം, നമുക്കും ആ ഒരു സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ആ ആത്മാക്കളുടെ ആവശ്യം എന്താണ്? ഈ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എപ്പോഴും മക്കളെ വിളിക്കുന്നൊരു പേരുണ്ടാവും, മക്കൾ അമ്മയെ വിളിക്കുന്ന പേരുണ്ടാവും, അവർക്ക് മാത്രമേ അറിയാവൂ അല്ലേ? അപ്പോൾ ഈ 2 മക്കളും അമ്മയെ വിളിക്കുന്നൊരു പേര് പറഞ്ഞു. യാദൃച്ഛികമായിട്ട് ഈ പറയുന്ന മീഡിയം ഈ അമ്മയെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ മക്കളെ കണ്ടു, സംസാരിച്ചു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? നമുക്കൊരിക്കലും ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ ഈ അമ്മ ചോദിച്ചു, എങ്ങനെയാണ് കണ്ടത്, എവിടെയാണ് സംസാരിക്കുന്നത്, പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മീഡിയത്തിൽ നിൽക്കുന്ന ആൾ ഈ അമ്മയെ മക്കൾ വിളിക്കുന്ന പേരാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഒരു ആശ്ചര്യം, ഇതെങ്ങനെ എൻ്റെ മക്കൾ എന്നെ വിളിക്കുന്ന പേരെങ്ങനെ ഇയാൾക്കറിയാം? അങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1981 പബ്ലിഷ് ചെയ്ത ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്ന പരലോക നിയമങ്ങൾ എന്ന് പറയുന്ന ബുക്ക് ഒരാൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതൊരു നിയോഗമാണ് ആ ബുക്ക് നമ്മളിലേക്ക് എത്തുക. ഇപ്പോൾ ഈവൻ ബുക്ക് നമ്മളിൽ എത്തിയെന്ന് വെച്ചോ, കംപ്ലീറ്റും വായിക്കാൻ പറ്റണമെന്നില്ല. എൻ്റെ ബുക്ക് ഷെൽഫിൽ ഏകദേശം 1 വർഷത്തോളമായിരുന്നു. എന്നിട്ടാണ് ഞാൻ വായിക്കുന്നത്. അതും പല പല ഇൻ്റർവ്യൂസ്, പല പല ഡിബേറ്റ്, പല പല ഡിസ്കഷൻസ്, പല ഈ പാരാസൈക്കോളജിസ്റ്റായിട്ട് കാണുന്നു. എന്നിട്ട് ആ ബോഡി വിട്ട് ട്രാവൽ ചെയ്യുന്നു. ഈ ഇൻഫാക്റ്റ് ഞാൻ അസ്റ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ബോഡി വിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. 3 എനർജി വേൾഡിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഈ ബുക്ക് വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. പക്ഷേ ഞാൻ വായിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വൈഫ് ആ ബുക്ക് വായിച്ചു തീർത്തു. വായിച്ചതിന് ശേഷം ഇയാൾ എന്നെ ഗൈഡ് ചെയ്യാണ് പല സമയങ്ങളിലും. അങ്ങനെയല്ല, സോൾ പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന സമയങ്ങളിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അയ്യോ ആത്മാവാണോ അല്ലെങ്കിൽ പ്രേതമാണോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. പക്ഷെ അതൊന്നുമല്ല. ഈ ഹെൽത്തി ആയിട്ടുള്ള ആത്മാക്കളുണ്ട്, അതായത് നല്ല സ്റ്റേജിലേക്ക് പോകുന്ന ആത്മാക്കൾ. നമ്മളിപ്പോൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ഒരുപാട് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് അല്ലേ? ഒരുപാട് മനസ്സാക്ഷി ഇല്ലാത്ത പല സംഭവങ്ങൾ കാണിക്കുന്നു. ഒരു ഭയങ്കര പ്രൗഢോടുകൂടി അതൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഈ മരണം കഴിഞ്ഞാൽ എന്താണെന്നുള്ളവർക്കറിയില്ല. ഇപ്പോൾ ഇവിടെ പല റിലീജിയനിലും പറയുന്നു നരകം, സ്വർഗം എന്നൊക്കെ പറയുന്നു. അത് എന്തോ ആയിക്കോട്ടെ, നരകമുണ്ടോ സ്വർഗമുണ്ടോ, പക്ഷേ ഈ മരണശേഷം ഇവർ പോകുന്നത് 1 മുതൽ 7 വരെ തലങ്ങളുണ്ട്. 1, 2, 3 തലങ്ങളിൽ ഡയമെൻഷൻസിൽ മരണം കഴിഞ്ഞ് പോകുന്നവർ വളരെ യാതനകൾ അനുഭവിച്ച് എത്രയോ വർഷം അനുഭവിച്ചിട്ടായിരിക്കും റീബർത്ത് എന്ന സംഭവത്തിലേക്ക് പോകുന്നത്. പക്ഷേ വീണ്ടും ജനനമുണ്ടോ എന്നുള്ളത് വീണ്ടും റിലീജിയൻ ചോദിക്കും. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് എന്ന് പറയുന്ന റിലീജിയൻസിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് അല്ലേ? ഈ മതത്തിനേക്കാളും അപ്പുറം മരണശേഷം ഒരു മതവും ഇല്ല എന്നുള്ളത് വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടറാണ്. മരണശേഷം നമ്മൾ പോകുന്ന ഏത് ഡയമെൻഷൻസിലാണോ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാനും സാന്ദ്ര ഇവിടെ ഇരിക്കുന്നു, ഈ പ്ലേസിൽ എത്ര പേരുണ്ട്?
ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് സോൾ പ്രസൻസ് ഇവിടെ ഉണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ സാന്ദ്രയ്ക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫിസിക്കലി കാണുന്ന ഇവിടെ 1, 2, 3, 4 പേരായിരിക്കും അല്ലേ. നമ്മൾ 2 പേരുണ്ടാവും, 2 എഡിറ്റേഴ്സ് ഉണ്ടാവും, ഒരു ക്യാമറാമാൻ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. നമ്മൾ കാണാത്ത ഒരുപാട് സോൾ പ്രസൻസ് ഇവിടെയുണ്ട്. സോൾ പ്രസൻസിനെ അറിയണമെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് വിളിച്ചു വരുത്താൻ പറ്റും. പക്ഷെ വിളിച്ചു വരുത്തിയാൽ ആ സോള് ഗുഡ് സ്പിരിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വരണമെന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ 3 കഴിഞ്ഞ് 4ാമത്തെ ഡയമെൻഷനിലും 5ാമത്തെ ഡയമെൻഷൻസിലും 6ലും 7ലും നിൽക്കുന്നവർ സാന്ദ്ര എന്ന് പറയുന്ന സാധാരണ സോൾ വിളിച്ചാൽ വരേണ്ടവരല്ല. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരൊരുപാട് ഹാപ്പിയോടുകൂടി അവിടെ ജീവിക്കുന്നത്. അവരുടെ കർമ്മം എന്താണ്? അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുക എന്നുള്ളത്. 7ാമത്തെ തലം കഴിയുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതമായിക്കോട്ടെ ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോവുക. അപ്പം നമ്മുടെ ആവശ്യം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താണ്? ഈ SSLC പാസ്സാകുക എന്നുള്ളതാണ്. MBA സെക്കൻഡറി അല്ലേ, ഫസ്റ്റ് SSLC അല്ലേ. SSLC കഴിഞ്ഞിട്ടാണല്ലോ MBAയിലേക്ക് പോകുക. അതുപോലെ ആ സോളിൻ്റെ ആവശ്യം എന്താണ്? സാന്ദ്രയെ പോലൊരു സോള് വിളിക്കാൻ വരികയാണോ? അപ്പം അവിടെ വരുന്ന ആരായിരിക്കും? ഉറപ്പല്ലേ. അതായത് പല ക്രിമിനൽ സംഭവങ്ങൾ കാണിച്ച് അവിടെ എത്താതെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അതിനും പുറമെ ഒരു ആത്മാവ് ഇവിടെ ജന്മം എടുക്കുന്ന സമയത്ത് ഒരു ആയുർദൈർഘ്യമുണ്ട് അല്ലേ. എത്ര വർഷം ജീവിക്കണമെന്നുള്ളത്. ഇപ്പം ഞാനും സാന്ദ്രയും കൂടെ സംസാരിക്കുന്നു. നമ്മൾ നല്ലൊരു വേവ് ലെങ്ത് ആണ്, നല്ല കെമിസ്ട്രിയാണ്, നല്ല ഹെൽത്തി ആയിട്ട് പോകുന്ന സമയത്ത് സാന്ദ്രയെ വേണമെങ്കിൽ വേറൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ല എന്നെ വേണമെങ്കിൽ വേറൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മുടെ വേവ് ലെങ്ത് അവിടെ കട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ സോള് ലോവർ സോൾ ആണെങ്കിൽ ഞാനും അതിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ക്വാളിറ്റി, എൻ്റെ ഈ സോളിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് താഴെ പോകും. ഇത് ഞാൻ പറയുന്ന നിയമങ്ങളൊന്നുമല്ല, പാരാസൈക്കോളജിസ്റ്റായിട്ട് സംസാരിച്ചാൽ മനസ്സിലാവും. അതുപോലെയാണ് ഈ സോൾസിൻ്റെ ക്വാളിറ്റി താഴെ പോയി നിൽക്കുന്ന ഒരുപാട് സോൾസ് ഉണ്ടാവും. മാനിപ്പുലേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ സോൾസാണ്. ഇൻഫാക്റ്റ് വൈറ്റിലെ ഒരു ഫ്ലാറ്റുണ്ട്. ഫ്ലാറ്റ് വേണമെങ്കിൽ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് പറഞ്ഞുതരാം. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു ഫാമിലിയോടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എനിക്കൊരു കോള് വരുന്നു. ചേട്ടാ ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സൗണ്ട് കേൾക്കുന്നു, ഫാൻ എപ്പോഴും സൗണ്ട് കേൾക്കുന്നു പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് തന്നെ ഒരാൾ വിളിക്കുമ്പോൾ ഒരു ബൗദ്ധിക ഹീലിംഗ് ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ളൊരു കഴിവ് എവിടെയൊക്കെയോ ദൈവം തന്നിട്ടുണ്ട്. സെക്കൻഡ് ഒപ്പീനിയൻ ഞാനത് നല്ലൊരു എക്സ്പേർട്ടിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു സോൾ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റിൽ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം ഫാൻ എപ്പോഴും സൗണ്ടുണ്ട്. ആരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആരാണ് സഹായിക്കുക? ഒന്നുകിൽ ഏതെങ്കിലും പൂജാരി, അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും മീഡിയമായിട്ട് പോവുക, അവിടെ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അറിയപ്പെടുന്ന ഒരുപാട് ഹീലേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് തന്നെ അറിയപ്പെടുന്ന വളരെ വേണ്ടപ്പെട്ടൊരു ഹീലർ, അദ്ദേഹവുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പല ഇങ്ങനത്തെ കേസ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടാസ്ക്കായിട്ട് കൊടുത്തു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. പ്രദീപ് ജി ഞാൻ 100% പോവാം. അവരും അവരുടെ മകളുമായിട്ട് പോയി. മകള് നല്ലൊരു എക്സ്പേർട്ട് ഹീലറാണ്, കൊച്ചുകുട്ടിയാണ്, ഏകദേശം ഒരു 15-18 വയസ്സേ വരുള്ളൂ നാട്ടിൽ. ആ കുട്ടിയാണ് ഹീൽ ചെയ്യുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഞാൻ താഴെയുണ്ട്, ഫ്ലാറ്റിന് താഴെയുണ്ട്. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ ആരാണ്, എന്താണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് സാന്ദ്ര മറുപടി പറയും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. സാന്ദ്ര ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നത് സാന്ദ്രയുടെ വിശ്വാസമാണ്. പക്ഷേ സോളിനോട് ചോദിക്കുമ്പം കറക്റ്റ് മറുപടി കിട്ടണമെന്നില്ല, മാനിപ്പുലേഷനാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഹസ്ബൻഡും വൈഫും ഇവരുടെ നേറ്റീവ് പ്ലേസ് കണ്ണൂരാണ്. ഈ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് ഒരു ട്രാവൽ ചെയ്തായിരുന്നു. അപ്പോൾ ഈ സോളിനോട് ഈ ഹീലർ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്? അപ്പോൾ ഈ സോള് പറയുകയാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എക്സാക്ട് പ്ലേസ് പറഞ്ഞു എന്നുള്ളതാണ്. പ്ലേസ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നോർമലി ആൾ എന്താ വിചാരിക്കുക, ഓ ഇയാളുടെ പ്ലേസ് നേറ്റീവ് പ്ലേസ് ആണല്ലോ, വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എവിടുന്നോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നോ അല്ലേ. അത് കഴിയുമ്പോൾ ഇവർ പറയുന്നത്, പ്രദീപ് ജി നമ്മുടെ നൈറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു, ഞാനും വൈഫുമായിട്ട് ബൈക്കിലാണ് പോയിട്ട് കാർ എടുത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പിക്കാം, നൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്? ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പേടിക്കും അല്ലേ. നമ്മൾ എന്തെങ്കിലും സംഭവം കാണാൻ പേടിക്കുന്ന സമയത്ത് ആ ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമ്മുടെ ബോഡിയിലേക്ക് നെഗറ്റീവ് എനർജി ചെയ്യുന്നത്. ഈ വേൾഡ് മൊത്തം നെഗറ്റീവ് എനർജി ഉണ്ട്. പോസിറ്റീവ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ആത്മാക്കൾക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരെയും ഒന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മൾ ഉപദ്രവിക്കുകയോ പ്രവഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ആത്മാക്കൾ അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് ഈ ആത്മാവ് കയറിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹീലർ അവിടെ തീരുമാനിച്ചു ഫൈനലാണ്, ഇനി വേറെ ഒന്നുമില്ല. അവിടെയാണ് ഒരു ഹീലറിൻ്റെ എക്സ്പേർട്ട് സെർവ് ചെയ്യുന്നത്. അവരൊരു എന്താ പറയുക, ഏഞ്ചൽ ഹീലിംഗ് നോക്കുന്ന ഒരാളാണ്. ഏഞ്ചൽ ഹീലിംഗ് അറിയാമല്ലേ? ഏഞ്ചൽ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഡിഗ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ്, അതിന് മുൻപ് എന്ത് സംഭവിച്ചു, നമ്മൾ എവിടെ നിന്ന് പ്രീവിയസ് ബർത്ത് ഉണ്ടോ, നമുക്ക് എന്തൊക്കെ കർമ്മയുണ്ടോ, അവിടെയാണ് ഈ പറയുന്ന ചിത്രഗുപ്തൻ്റെ ലൈബ്രറി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്താണ് ചിത്രഗുപ്തൻ്റെ ലൈബ്രറി? പക്ഷേ ഇവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാർമിക് ലൈബ്രറി ഇവർക്ക് തുറക്കാൻ പറ്റും. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിനകത്തൊന്നും ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു 4 വർഷം മുൻപ് എനിക്കൊരു മെറ്റീരിയൽ ലോസ് വന്നു. മെറ്റീരിയൽ ലോസ് വന്നപ്പോൾ ഞാൻ ആർക്കും മോശം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കത് വന്നു എന്നൊരു തോട്ട് എന്നെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്ന അജയ് ബാംബി മുതൽ എല്ലാ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എൻ്റെ ക്ലയൻറ്റാണ്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു അന്നത്തെ പ്രൊഫഷൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് പോകുന്നു, സംസാരിക്കുന്നു. പ്രതീക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കറിയണം എനിക്ക് എന്തുകൊണ്ട് മെറ്റീരിയൽ ലോസ് വന്നു എന്നുള്ളത്. അവിടെയാണ് ഏഞ്ചൽ ഹീലിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്തൊക്കെ വിദ്യ അറിയാമല്ലോ, ഏഞ്ചൽ ഹീലിംഗോ അങ്ങനെയൊക്കെ അറിയാമല്ലോ, ഇത് നോക്കൂ, എൻ്റെ PLR എടുക്കണം. PLR എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പോയി കഴിഞ്ഞാൽ ട്രോമ വരുമെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് വിൽ പവർ ഉണ്ട്, നിങ്ങൾ പാസ്റ്റ് ലൈഫ് എടുക്കൂ. എനിക്കറിയണം ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, എന്തുകൊണ്ട് എനിക്കത് വന്നു. ഞാൻ ഏഞ്ചൽ ഹീലിംഗ് എടുത്തപ്പോഴാണ് ഈ പറയുന്ന ലൈബ്രറി എനിക്ക് മനസ്സിലാവുന്നത്. സോ അപ്പം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. അതിനുശേഷം ഇവരോട് ചോദിച്ചു, ഈ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണോ? അവർ പറഞ്ഞു, പ്രദീപ് കമ്മ്യൂണിക്കേഷൻ മാനിപ്പുലേഷനാണ്. അവർക്ക് എന്തുകൊണ്ട് മനസ്സിലായി? സാധാരണ ഒരു ഹീലർ അല്ല. ഈ ഏഞ്ചൽ ഹീലിംഗ് പോലെ പല ടാരോട്ട് പല സംഭവങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പറയുന്ന സോള് മാനിപ്പുലേഷനാണ് നടത്തുന്നത്. സോള് വീണ്ടും പറയുകയാണ്, ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ആ സമയത്ത് വലിയൊരു ഇൻസിഡൻറ്റ് പറ്റി. ആ കുട്ടിയുടെ ദേഹത്ത് ഒരു അടി കിട്ടി. ഈ വയറ്റിൽ ആ കുട്ടിയുടെ ദേഹത്ത് അടി കിട്ടി. ഒരു ജസ്റ്റ് മിസ്സിങ് എന്നുള്ള ബാക്കിൽ അടി കിട്ടുന്നത്. അത് ഇന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ആ ഹീലറുമായിട്ട് വേണമെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ബാക്കിൽ അടി കിട്ടി, ജസ്റ്റ് മിസ്സിൽ മാറിപ്പോയി. അവിടെ സോള് പ്രൊവോക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല സോൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നല്ല സോളാണെങ്കിൽ അവിടെ അടഞ്ഞു കിടക്കില്ല. അപ്പോൾ ഈ ഹീലർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ആ ഫ്ലാറ്റ് ഒരാളും വാടകയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. കുറേ വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റാണ്. ആരും വാടകയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് പോവില്ല. ആ ഓർഡറിനറിയാം, ഓർഡറിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി അറിയാം. അവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്ത ഫ്ലാറ്റാണ്. അവിടെയാണ് ഇവര് താമസിച്ചത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയോ അവിടെ കയറാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ട് കയറാൻ പറ്റി? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സോളിന് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവർക്കൊരു ദൈവീക ചൈതന്യമുള്ള ആളാണ്. അപ്പോൾ ഏത് മാത്രമേ വിശ്വസിക്കട്ടെ, നമുക്കൊരു ചൈതന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സോളിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളാരെയും പ്രൊവോക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഇവരകത്ത് കയറി താമസമായി പല ഡിസ്റ്റർബൻസ് വന്നു തുടങ്ങി. ലാസ്റ്റ് ഹീലറെ കണ്ടു. ഹീലർ ഐഡൻറ്റിഫിക്കേഷൻ നടത്തി, സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സോൾ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് കയറിയ അല്ല. സോള് പറഞ്ഞത് കണ്ണൂരിൽ നിന്നാണെന്നാണല്ലോ പറഞ്ഞത്. അതായത് എൻ്റെ സ്ഥലം കണ്ണൂരാണ്, പേര് കള്ളം പറഞ്ഞു. അപ്പോൾ ഇവര് ഏഞ്ചൽ ഹീലിംഗ് വഴി ഡിറ്റക്ട് ചെയ്തു, കണ്ടുപിടിച്ചു. അവർ സംസാരിച്ചു. ആ പ്രൊവോക്കിലാണ് അടി കിട്ടിയത്. അതിന് പുറമെ 7 ദിവസം ഇദ്ദേഹത്തിന് ഹീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ എനിക്കൊരു ആത്മാർത്ഥമായൊരു ബന്ധമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഡേ ടു ഡേ സ്കെഡ്യൂളിൽ ഞാനൊരു 8-8:30 ഫ്രീ ആവുന്നൊരു വ്യക്തിയാണ്. അന്ന് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു 6:30 ഞാനെത്തി. എൻ്റെ വണ്ടിയിൽ കയറ്റി ഞാൻ അദ്ദേഹത്തിന് ഹീൽ ചെയ്യാൻ കൊണ്ടുപോയി. വേറൊന്നുമില്ല, ഞാൻ കാരണം ഒരു ഫാമിലി ഹാപ്പി ആയാൽ നല്ലതെന്നുള്ള കൺസെപ്റ്റാണ്. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മിനിമം 2 ലക്ഷം രൂപ പറയും. ആ ഒരു എമൗണ്ട് സ്പെൻഡ് ആവും. പക്ഷേ ഇതിപ്പോൾ പേയ്മെൻറ്റ് വലുതായിട്ടൊന്നുമില്ല. ഒരു 500 രൂപ ഹീൽ ചെയ്യിക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രദീപ് ജി ഓൾറെഡി പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. പ്രൊട്ടക്ഷൻ മനസ്സിലായല്ലോ അല്ലേ? ഹീൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് ബോഡിയിൽ എന്തെങ്കിലും എനർജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തു വരും. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചോറ്റാനിക്കര ടെമ്പിളിലൊക്കെ വളരെ ഫെമിലിയറാണ്. എല്ലാ ദിവസവും ഗുരുതിയുണ്ട്. രാത്രി നമ്മൾ ഗുരുതിക്ക് പോകുന്ന സമയത്ത്
നമ്മളിങ്ങനെ കൂടെ ഒന്നിച്ച് നിൽക്കുന്നവരായിരിക്കും, പരിചയമുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. കുരുതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജി പുറത്തു വരും, നമ്മുടെ വൈകൃത രൂപങ്ങൾ പുറത്തു വരും, നമ്മൾ സംസാരിക്കും, വിളിക്കും, അതൊക്കെ ആ ടൈമിലാണ്. അതുപോലെയാണ് ഈ ഹീലിങ്ങിന് പോയിരിക്കുന്ന സമയത്ത് ചോദിച്ചു, പ്രദീപ് ജി പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ പ്രൊട്ടക്റ്റഡാണ്. ഞാൻ ഈ ശിവോഹം എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റഡാണെന്ന് പറഞ്ഞു. ഇവർ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇവർ ക്രിസ്റ്റൽ ഹീലിംഗ് കയ്യിലെടുത്തു. ക്രിസ്റ്റൽ എന്ന് പറയുന്നൊരു ബൗളാണ്. ഈ ബൗൾ കയ്യിലെടുത്തു, ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒറ്റയടി ഈ ബൗള് നേരെ മേളിൽ പോയി താഴെ വന്ന് ബൗൺസ് ചെയ്യുന്നു. എനിക്ക് സംഭവം അപ്പോഴേ മനസ്സിലായി. ഞാനിതിൻ്റെ നിരവധി സ്റ്റേജ് പലയിടത്തും കണ്ടിട്ടുണ്ട്. പല കോൺക്ലേവുകളിൽ പലയിടത്തും പോകുന്ന സമയങ്ങളിൽ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. ഈ മെസ്മറിസം എന്ന് പറയുന്ന സംഭവമുണ്ട്. മെസ്മറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവലിൽ ഒരാളെ നമുക്ക് കോൺഷ്യസ് ലെവലിൽ നിന്ന് സബ് കോൺഷ്യസ് ലെവലിൽ കൊണ്ടുപോയി അവർ ട്രോമ എടുത്താൽ മാറ്റാം. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു സംഭവമല്ലായിരുന്നു. പക്ഷേ ഇയാളെ സംബന്ധിച്ചിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നത്, ഇദ്ദേഹം പേടിക്കണ്ട, ഇത് ഹീലിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോള്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് ആ സോള്. ആവശ്യം ആദ്യം വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രി ആ കുട്ടി, അദ്ദേഹത്തിൻ്റെ മകള് കിടന്നുറങ്ങുന്ന സമയത്ത്, കൊച്ചുകുട്ടിയാണ്, ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടി. ആ കുട്ടി പേടിക്കുന്നു, ഉറങ്ങുന്നില്ല, ഭയങ്കരമായി സംസാരിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ അവിടെ പോയി സോളോട് സംസാരിച്ചു. ഈ അച്ഛൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്ന് എന്നുള്ളതാണ് ആ സോളിൻ്റെ കഴിവ്. ഒരു തോട്ട് വന്നതുകൊണ്ടാണല്ലോ സംസാരിച്ചത്. ആരാ, എന്താ എൻ്റെ മോക്ക് പ്രശ്നം, ഇങ്ങനെ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബോഡിയിലായി. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകുന്നത്. സോളിൻ്റെ ആവശ്യം അത് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സ്പേസ് ആണ്, അവിടെ വിട്ടു പോകണം. അപ്പോൾ ഇവരൊരു ടൈം ചോദിച്ചു, 2 മാസം ടൈം വേണമെന്ന്. കൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഒരു വളരെ അടുത്തൊരു പ്രസിദ്ധനായ ഒരു ഗായകൻ ഇടയ്ക്ക് മരിച്ചു പോയിരുന്നു, പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സോളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നൊരു ഹീലറാണ് ഇവർ. അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു, എന്താണെന്നുള്ള ഒരുപാട്, അത് എൻ്റെ ഇൻ്റർവ്യൂവിൽ, ഞാൻ ഡിബേറ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നാണ് ഞാനത് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു ഹീലറാണ്. അപ്പോൾ ഈ ഹീലർ 2 മാസം സമയം ചോദിച്ചു, സോള് കൊടുത്തില്ല. അതിനുശേഷം ഇവർ പറഞ്ഞു, ഞാനൊരു 15 ഡേയ്സ് ടൈം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വിത്തിൻ 15 ഡേയ്സിനകത്ത് ആ ഫ്ലാറ്റ് മാറ്റി പൂർണ്ണമായിട്ട്. പിന്നെ അദ്ദേഹത്തിന് ആ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടില്ല. ആ സാധനങ്ങളൊക്കെ മാറ്റുന്ന സമയം വരെയും ഈ ടെനൻറ്റിനെ ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയില്ല. അല്ലാതെ തന്നെ അത് മാനേജ് ചെയ്ത്, എൻ്റെ ഇടപെടലുണ്ടായിരുന്നു, മാനേജ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റി. ഇന്ന് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ഫാമിലി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സോൾ പ്രസൻസ് ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻസിന് ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്തത്. ഇതൊരു കഥയല്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പേർക്ക് പല പല എക്സ്പീരിയൻസും ഉണ്ട്. നമ്മൾക്കൊരു മെറ്റീരിയലിനോട് എപ്പോഴും സ്നേഹം ഉണ്ടാവും. എനിക്കെപ്പോഴും സ്നേഹം എൻ്റെ കാറിനോടാണ്. കാറ് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ നഷ്ടം ഓർമ്മിക്കണമെന്നില്ല. അടുത്ത ഫണ്ട് വരുന്ന സമയത്തൊക്കെ എങ്ങനെ ഒരു പുതിയൊരു കാർ എടുക്കാം എന്നുള്ളതാണ് തോട്ട് വരുന്നത്. ഓരോ ആൾക്കാർക്കും ഓരോന്നിനോടും ഒരു സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം ഇതൊരു പാഷനായിട്ട് മാറും. അപ്പം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെടുക്കുന്ന ബേർത്തിൻ്റെ കൗണ്ട് നമുക്കറിയില്ല. അവിടെയാണ് ഈ പിങ്കള നാഡികൾ കൂടെ, സുഷുമ്നയിൽ കൂടെ നമ്മൾ ബേർത്ത് എടുത്ത് ശീലിക്കുന്ന ഒരു വിഭാഗം എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഒരു മെറ്റീരിയലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മരണശേഷം പോയി കഴിഞ്ഞാലും, ഇപ്പോൾ സമാധി ലെവലിലേക്ക് ആൾക്കാർ പോവില്ലേ, മരണശേഷമാണെങ്കിലും ഇവർക്ക് ഈ മെറ്റീരിയലിനോട് എപ്പോഴും ഒരു അടുപ്പമുണ്ടാവും. അപ്പം ഹയർ ലെവലിൽ നിൽക്കുന്ന സോളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയൽ വേറെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായിരിക്കും? നമ്മുടെ പാർട്ട്ണറായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ ഫ്രണ്ടായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ആ ആൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിരിക്കുന്ന ലാപ്ടോപ്പ് മേ ബി ആപ്പിളായിരിക്കാം, ചിലപ്പോൾ ഏത് ബ്രാൻഡോ ആയിക്കോട്ടെ, നമ്മൾ വേറൊരാൾക്കും കൊടുക്കില്ല, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിച്ചാൽ ഓക്കെ, സംഹൗ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. മരണശേഷം അതിനേക്കാളും അപ്പുറം ബന്ധമായിരിക്കും വരുന്നത്. അവിടെയാണ് നമ്മുടെ സോളിൻ്റെ പവർ ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി മരണശേഷം പോകുന്നത്
ലോവർ സെഗ്മെൻറ്റിലായിരിക്കും. അപ്പോൾ ലോവർ സെഗ്മെൻറ്റിൽ പോയിട്ട് എൻ്റെ ഈ പറയുന്ന ബിലോങ്ങിങ്സ് ഇപ്പോൾ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കത് ഇവിടെ വരാൻ പറ്റണമെന്നില്ല, നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കാളും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്തേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല ചൈതന്യമുള്ള നല്ല നിലയിൽ നിൽക്കുന്നൊരു സോളാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എൻ്റെ BMW ആണെന്ന് വെച്ചോളൂ. BMW വേറൊരാൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു എൻ്റെ ഒരു ഇഷ്ടം അവിടെ ഉണ്ട് അല്ലേ. അവിടെയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഡെത്തുകൾ കാണാറുണ്ട് അല്ലേ. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് ഏറ്റവും ലാസ്റ്റ് വിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. 24 hours ആ പ്രാണൻ അവിടെ ഉണ്ടാവും. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഡെത്തൊക്കെ ആണെങ്കിൽ 24 hours പ്രാണൻ അവിടെ ഉണ്ടാവും. ആ സമയത്ത് പല ആൾക്കാർ എക്സ്ട്രീം ലെവലിലേക്കുന്ന ആൾക്കാരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നുകിൽ അവധൂതനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീസ്റ്റായിരിക്കും, അല്ലെങ്കിൽ പൂജാരിയായിരിക്കാം, ദൈവജ്ഞനായിരിക്കാം. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ആ പ്രാണനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രാണൻ വിട്ടു പോകുന്നതിന് മുൻപ് അവരുപയോഗിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ ആ വസ്തു വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഫീൽ വരും. അവരത് ഉപയോഗിച്ച് സാറ്റിസ്ഫാക്ഷൻ ആയതിനു ശേഷം അല്ല മരണപ്പെടുന്നത് അല്ലേ. മരണം ലൈഫിലെ ഏറ്റവും വലിയ ഇവൻറ്റ്സ് എന്താണ്? ജനനം, കല്യാണം, മരണം. ജനനവും മരണവും അറിയാതെ വരുന്നു, കല്യാണം അറിഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ മരണം സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം നമ്മൾ ഉപയോഗിച്ച് മടുക്കാതെ മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു പെയിൻ പോയിന്റ് അവിടെ ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല സോൾസ് ആണെങ്കിൽ ഈ സാൻഡ്ര ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ അവിടെ തന്നെയുണ്ട്. റിയാക്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിന് പല തറവാടിലുള്ള പല പല പുരാതന വസ്തുക്കളുണ്ട്. ആ പുരാതന വസ്തുക്കൾ ഹൈ എമൗണ്ട് കൊടുത്ത് നമ്മൾ ആൻറ്റീക്സ് എന്നുള്ള പേരിൽ മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിക്കും. ഇല്ലേ? രാത്രി സമയങ്ങളിൽ സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കാറുണ്ടോ ഇല്ലയോ? ഒന്നൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്താൽ മനസ്സിലാവും. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. മിക്ക ഹോസ്പിറ്റലുകളിലും 13 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിഫ്റ്റിൽ? റൈറ്റ്. മിക്ക ഹോസ്പിറ്റലിലെ ICUയിൽ ഇതുപോലത്തെ ഇൻസിഡൻ്റ് ഉണ്ട്. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവിടെ ഈ പുകയ്ക്കൽ അങ്ങനെ പല പല സംഭവങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ടേം ആരും ഉപയോഗിക്കുക. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഡെത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബെഡിൽ കിടക്കുന്ന അടുത്ത് വരുന്ന ഒരാൾക്ക് നല്ലൊരു സംഭവം കിട്ടണമെന്നില്ല. പലരും പല ഡോക്ടേഴ്സും പല സിസ്റ്റേഴ്സും പറയും ആ ബെഡിൽ വന്ന പേഷ്യൻ്റ് മരിക്കുമെന്ന് പറയും. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു സംഭവം അവിടെയുണ്ട്. അതുപോലെയാണ് അവരുപയോഗിക്കുന്ന ബിലോങ്ങിങ്സ് എന്താണെങ്കിലും അത് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവം ഉണ്ടാവും. പഴയ കിണ്ടികൾ, പഴയ നമ്മുടെ ഈ ചെല്ല, പിന്നെ പഴയ രീതിയിലുള്ള ഈ എന്താ പറയുക ബോക്സ് ആഭരണപ്പെട്ടികൾ, ഇതിനകത്തൊക്കെ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ മാനസികമായിട്ട് താളം തെറ്റുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പേടിയാണ് അല്ലേ. ആ പേടി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആൽഫ ബീറ്റ ഗാമ എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ രാത്രി എന്താണ് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത്? ആൽഫയിൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ ചിന്തിക്കുകയാണ് നാളെ രാവിലെ എനിക്ക് ഒരു ബെൻസ് എടുക്കണം, ഇതാണ് എൻ്റെ ചിന്ത എന്ന് വെച്ചോളൂ. നിരന്തരം ഈ ചിന്ത വരുമ്പോൾ ഞാൻ ഉറങ്ങുന്നത് കോൺഷ്യസ് ലെവലിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി ഗാമ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും എൻ്റെ ചിന്ത അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ചെയ്യേണ്ട എക്സസൈസ് എന്താണ്? ഉണരുന്ന സമയത്ത് റിവേഴ്സ് മെക്കാനിസം ആണല്ലോ വരുന്നത്. ഗാമയിൽ നിന്ന് ബീറ്റയിലേക്ക് വരുന്നു, ആൽഫയിലേക്ക് വരുന്നു അല്ലേ. അപ്പോഴും ഞാൻ എനിക്ക് ബെൻസ് കിട്ടണം, ബെൻസ് എടുക്കണം എന്നുള്ള ചിന്തയാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഫുള്ളും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി. എന്താണ്? എനിക്ക് വരേണ്ട ബെൻസാണ്. എൻ്റെ വിഷ്വൽ കംപ്ലീറ്റ് അതായിരിക്കും. എനിക്ക് അൾട്ടിമേറ്റ്ലി ബെൻസ് വരും എന്നുള്ളതാണ്. അതിനിപ്പോൾ എന്ത് വസ്തുവോ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എനർജി ഒരു സംഭവം വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു വിശ്വാസമാണ് എനിക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഏതൊരു ഒരാൾക്കും. പിന്നെ യേശു എന്ന് പറയുന്ന ഒരു ഹയർ സോളാണ്. ഈ ഹയർ സോള് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ, യേശു ഇങ്ങനെ പറയുന്ന പല ഹയർ സോളും ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയവരാണ്. ഈ മരണപ്പെട്ടവർ പോയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് മീഡിയംസ് ഉണ്ട്. അപ്പോൾ ഈ മീഡിയം വഴി നിങ്ങൾക്ക് നാളെ രാവിലെ യേശുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ? നല്ല മീഡിയംസ് ഉണ്ട്. അവരെ പോയി കാണൂ, അവർ പറയുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യൂ. യേശു എന്ന് പറയുന്ന അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്
അപ്പോൾ മനസ്സിലാവും അദ്ദേഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ സംരക്ഷിക്കാൻ ഒരു 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 ഹയർ സോളുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു പ്രശ്നം വന്നാൽ ആര് സംരക്ഷിക്കും? അച്ഛനും അമ്മയും ഉണ്ടെന്ന്. അതുപോലെയാണ് കൊന്ത കൈയിരിക്കുകയാണെങ്കിൽ എന്നെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ചെറിയ ചെറിയ പേടിപ്പെടുത്തലുകളുണ്ടാവാം, അത് സ്വാഭാവികം അവർക്ക്. ഓരോ റിലീജിയനിലും വിശ്വസിക്കുന്ന ഓരോ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഹിന്ദു ട്രഡീഷണൽ സംഭവം വെച്ചിട്ട് പറയാം, ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് ഏറ്റവും ലാസ്റ്റ് വിട്ടു പോകുന്നത്. 24 hours ആ പ്രാണൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞ് നേരെ അവിടെ ആൾക്കാർ ഉണ്ടാവണമെന്ന് പറയുന്നത്. ആദ്യം ഈ ബ്ലൂ ലൈറ്റിൽ കൂടെയാണ് നാവിഗേഷൻ ആണല്ലോ പറയുന്നത്. നമുക്കറിയില്ല, പല പാരാസൈക്കോളജിസ്റ്റും പറയുന്നതാണ് 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പ്രാണൻ വിട്ടുപോകൂ. അതാണ് അതിൻ്റെ ഒരു എല്ലാവരും പറയുന്ന അത്. ഈ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും നമ്മളെല്ലാം വലിയൊരു പൂർവിക പരമ്പരയുടെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയെ പോലെ ഒരുപാട് പേരുണ്ടാവും. അവരുടെ ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മൾ പറയാം അപ്പൂപ്പൻ്റെ അതേ ക്യാരക്ടറാണ്, പൂർവിക പരമ്പരയാണ്. അപ്പോൾ മരണം നോർമൽ ഡെത്താണെങ്കിൽ 24 hours എന്നാണ് പറയുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന എല്ലാം ആത്മാക്കളാണ്. ഈവൻ നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ എന്തിനെ ഉപദ്രവിക്കുന്നോ ആ ആത്മാവിനൊരു വേദന കൊടുക്കുകയും ചെയ്യുന്നത്. അതൊരു കർമ്മമാണ്, ഒരു കാർമ്മിക്കാണ്. അതിൻ്റെ പരിണിത ഫലം നമുക്ക് തിരിച്ചു കിട്ടും. അതിൻ്റെ ഒരു റിയാക്ഷൻ. ഞാനിപ്പോൾ സാന്ദ്രയെ അടിക്കുകയാണെങ്കിൽ സാന്ദ്രയ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ അടിക്കാം, അല്ലെങ്കിൽ സാന്ദ്രയുടെ ഉപബോധ മനസ്സിലൊരു വേദന വന്നു, ആത്മാവ് വേദനിക്കുക. പക്ഷേ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് വേറെ അടി കിട്ടും, ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കിട്ടും. കാരണം അതാണ് ആത്മാവിൻ്റെ വേദന. അപ്പോൾ ദുർമരണപ്പെടാതെ സാധാരണയുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരൊരിക്കലും മോക്ഷം കിട്ടുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും ഈ പ്രകൃതിയിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് പല രീതിയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കും. അപ്പോൾ അവരുടെ ജോലി എന്തായിരിക്കും? ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നടന്നു പോകുന്ന വഴിയല്ലാതെ വേറെ വഴികളിൽ നടന്നു പോകുമ്പോൾ പേടിപ്പെടുത്തലുകൾ വരുന്നില്ലേ? സോ അതാണിത് എന്ന് പറയുന്നത്. അതുപോലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് രാത്രി ഭാഗങ്ങളിൽ പോയി നോക്കി വിളികൾ കേൾക്കാം, ഒരുപാട് വിളികൾ കേൾക്കാം. അപ്പോൾ മോർച്ചറിയുടെ ഭാഗത്തൊക്കെ പോകുമ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം ഒരുപാട് പേര് പറയുന്നുണ്ട്. ട്രിവാൻഡ്രത്തിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വെള്ളനാട് നിന്ന് ആര്യനാട് പോകുന്ന റൂട്ടുണ്ട്. രാത്രി ആരും ഒരു ട്രാവൽ ചെയ്യില്ല. എൻ്റെ ചെറുപ്പകാലങ്ങൾക്ക് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതുപോലെ ആൾക്കാർ പറയും അവിടെ എത്തുമ്പോൾ നമുക്കൊരു പേടി വരും. നമ്മൾ പോലും അറിയാതെ ഒരു എക്സാഗ്രേഷൻ, ഒരു പേടി. പക്ഷേ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കാതിരിക്കാം, പക്ഷെ സംഭവിച്ചവരുമുണ്ട്. അപ്പോൾ ആ ഒരു സോളിൻ്റെ പ്രസൻസ് അത്രയും ഭയാനകവുമാണ്, അത്രയും സ്ട്രോങ് ആണെന്ന് വേണം പറയാൻ. ആ സ്ട്രോങ് സോളിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിൽക്കുന്ന ഒരാളിപ്പുറത്ത് വേണം. നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത്, എനിക്ക് ട്രക്കിങ് ഏറ്റവും കൂടുതലൊരു ക്രേസുള്ള ആളാണ്. പക്ഷേ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് പല കാടുകളിലും നമ്മൾ പോയി നോക്കി, നമ്മളൊരു 10 പേര് പോകും. പക്ഷെ ഫൈനലി എത്ര പേരെത്തും? എല്ലാവരും വഴിതെറ്റും, മിക്ക ആൾക്കാരും വഴിതെറ്റും. കുറേ ദൂരം അകത്ത് പോകുമ്പോൾ നമ്മളൊരു എനർജിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ കണ്ട സെയിം സ്പേസ് പോലെ തോന്നും, ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള ഫെമിലിയർ സ്പേസ് തോന്നും. ഈ സ്പേസ് ഭയങ്കര പരിചയമാണ്. മേ ബി കഴിഞ്ഞ ജന്മത്തിൽ നമ്മളവിടെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ എത്തുമ്പോൾ 10 പേര് പോകുന്നിടത്ത് ചിലപ്പോൾ 2 പേരാകും, ബാക്കിയുള്ളവരൊക്കെ വഴിതെറ്റിയൊക്കെ വന്ന് എത്തും. പക്ഷെ അതിൽ കുറച്ച് പേർക്ക് നല്ല നല്ല ഇൻസിഡൻ്റ് ഉണ്ടാവും. അവിടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഇരിക്കുന്നത്. വെള്ളവും കാടും എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വരൂ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ ബോധം മനസ്സിലാവണം. അതായത് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല, പോവുകയാണെങ്കിൽ ഒന്നിച്ച് പോവുക. വഴിതെറ്റിക്കുക. വെള്ളത്തിൽ പോകുന്ന സമയത്ത് എല്ലാ പേരും ഒരേ സ്ഥലത്തായിരിക്കും നിൽക്കുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നുപോലെ ശ്രദ്ധിക്കൂ. നമ്മൾ ഒരു ആറിൽ പോകുമ്പോഴോ കടലിൽ പോകുമ്പോഴോ കുറേ ആൾക്കാർ നോക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. പക്ഷേ ഇതൊക്കെ വിട്ടിട്ട് വളരെ കുറച്ച് പേര് വേറൊരു പ്ലേസിൽ നിൽക്കും. ആ പോയിന്റിൽ നമ്മളെങ്ങനെ അട്രാക്റ്റ് ചെയ്യും? നമ്മളവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാവും. അവിടെ പോയി കാല് കഴുകിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ അതോടെ പോകും. പല ആൾക്കാർക്കും ഈ പറയുന്ന സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. അതുപോലെയാണ് നമ്മൾ ഈ കാട്ടിനകത്ത് പോകുന്ന സമയത്ത് കാണുന്ന ഇമേജിൻസ് അല്ല, ഈ പറയുന്ന ഇമാജിനറി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചില സീനറിയൊക്കെ നമ്മൾ എവിടെയോ സിനിമയിലും പല സ്ഥലങ്ങളിലും കണ്ട വിഷ്വലായിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അവിടെയാണ് നമുക്ക് ഭയാനകമായി, പിന്നെ നമുക്ക് നമ്മുടെ മനസ്സാണ് പേടിപ്പിക്കുന്നത്.
അയ്യോ ഇവിടെ എന്തോ ഉണ്ട്, പ്രേതമുണ്ട്. അപ്പോൾ ഒരു ഇല അനങ്ങിയാൽ അത് പ്രേതമായിട്ട് നമ്മൾ കാണും അല്ലേ? കിടന്നുറങ്ങുന്ന സമയത്ത് അടുത്ത് വിൻഡോ കൂടെ നോക്കുമ്പോൾ ഒരു വാഴ ചരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളിൻ്റെ തലയോ കൈയോ പോലതോ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പേടിപ്പെടുത്തലുകൾ തന്നെയാണ്. ഈ അസ്റ്റൽ ട്രാവൽ ചെയ്ത പല ആൾക്കാരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരുടെയും അനുഭവങ്ങൾ പറയുന്നത് ഈ ഓരോ എനർജി വേൾഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഓരോ രൂപങ്ങളാണ് കാണുന്നത്. അവർ നമ്മൾ ഈ പഴയ സബ്ജക്റ്റിലൊക്കെ പറയുന്നത് പോലെ പഴച്ചാറുകൾ കുടിച്ചും, അല്ലെങ്കിൽ അവരുടെ മെയിൻ സംഭവം ഫുഡാണ്. അതുകൊണ്ടാണ് മരണശേഷം ഇവിടെ പല ആൾക്കാർക്കും കറക്റ്റ് അതെ, നമ്മൾ ഒരു നേരത്തെ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർവികർക്കാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തിപ്പെടുന്ന ഫുഡിലാണ്, വേറെ ഒന്നിലുമല്ല. അപ്പോൾ ഇവരുടെ രൂപങ്ങൾ ഭയങ്കര വൈകൃതമാണെന്നുള്ളതാണ് പല സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടിട്ടില്ല, പക്ഷേ ബാക്കി പലരും പറയുന്നത്. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ ബ്രൈൻസിൻ്റെ ബുക്സ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് അദ്ദേഹമാണല്ലോ ഏറ്റവും കൂടുതൽ ബോഡി വിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ. ഈ നമ്മുടെ 7 തലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ തലത്തിൽ നിൽക്കുന്ന ആത്മാക്കൾ ഭയങ്കര പൂറാത്മാക്കളാണ്. അതായത് ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്നത്, അവരെന്ത് വേണോ ചെയ്യും. അവിടെ ഒരു സിസ്റ്റം തന്നെയുണ്ട്. ആ സിസ്റ്റം അറിയാമെന്ന് എനിക്കറിയില്ല. ഹയർ തലങ്ങളിലുള്ള ആത്മാക്കൾ ഇവരെ കാണാൻ വരുന്ന ഒരു ഷീൽഡ് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ഒരു പ്രത്യേകതരം ഷീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഷീൽഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഈ ലോവർ സെഗ്മെൻറ്റിലുള്ള ആത്മാക്കളെ കാണാൻ വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് തന്നെ പ്രൊട്ടക്ഷൻ വേണം. ഈ വീക്ക് ആത്മാക്കൾ എന്ന് പറയുന്നത് എന്തും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 10 പേരുടെ സർക്കിളിനകത്ത് നിൽക്കുമ്പോൾ അതിലൊരാളൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളായിരിക്കും അല്ലേ? ആ ക്രിമിനൽ മെൻറ്റാലിറ്റി നമ്മൾ വിചാരിക്കുന്നതിനെങ്കിലും എക്സ്ട്രീം ലെവലിലായിരിക്കും. നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ വിടും, പക്ഷേ വിടില്ല. അവരുടെ ഒരു നേച്ചർ അതാണ്. ഈ ഹോണ്ടിയ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇതിൻ്റെ എക്സ്ട്രീം ആണല്ലോ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മളെല്ലാവരും ജീവിക്കുന്ന എനർജി വേൾഡിലാണ്. എനർജി വേൾഡിലാണെന്നുള്ളത് മനസ്സിലാക്കുന്ന സമയങ്ങളിലാണ് ഒരു സെൽഫ് റിയലൈസേഷൻ വരിക. അപ്പോൾ എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിലിരിക്കുന്നത് എനർജിയാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ എനർജി സാന്ദ്ര മനസ്സിലാക്കുന്നു, സാന്ദ്രയുടെ എനർജി എനിക്ക് മനസ്സിലാകുന്നു. ഇവിടെ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ആ സർഫസിലൊന്നും തട്ടി പല ഭാഗങ്ങളിലേക്ക് പോകും. ഇപ്പോൾ സാന്ദ്ര ഒരാൾ ഇവിടെ നിൽക്കുന്ന ക്യാമറാമാനോട് പറയുന്നു പ്രദീപുമായിട്ട് ഒരു കേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ആ ഒരു സെൻറ്റൻസ് അവിടെ പറയുന്നു. ആ സെൻറ്റൻസ് എന്നിലേക്ക് എത്തുമ്പോൾ മേ ബി അവിടെ ഒരു വേർഡ് കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്ന് അഡീഷണൽ ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഈ പറയുന്ന ആത്മാക്കളുടെ ഒരു പ്രകമ്പനം എന്ന് പറയുന്നത്. പ്രാപഞ്ചിക ഊർജവും, അതായത് പ്രപഞ്ചത്തിലെ ഊർജവും മാനുഷിക ഊർജവും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ നമുക്ക് പല ഇൻഡിക്കേഷൻസ് കിട്ടും. ഈ നമ്മൾ ഒരു എനർജി വെച്ച് ഒരാളെ എന്ത് വേണോ ചെയ്യാൻ പറ്റും. അതിനേക്കാളും സൂപ്പർ നാച്ചുറൽ പവർ ആയിരിക്കില്ലേ ആത്മാവിനുള്ളത്? ആത്മാവിന് എനർജി മാത്രമേ ഉള്ളൂ. ആ എനർജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആത്മാവിൻ്റെ ഡിസിഷൻസ് അല്ല. ആത്മാവിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ആത്മാവിന് അറിയില്ല. ലോവർ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ലോവർ ചിന്താഗതിയുള്ള രീതിയിലായിരിക്കും സാധാരണ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കും ആത്മാക്കളും. അവരൊരാളെ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കും. അവിടെ ചിന്താഗതികളൊന്നുമില്ല, ചിന്തയൊന്നുമില്ലല്ലോ. ചിന്ത മനുഷ്യന് മാത്രമാണ്. അവരുടെ ആവശ്യം എനർജി മാത്രമാണ് ചെയ്യിപ്പിച്ചത്. നല്ല ആത്മാക്കൾ എന്താണ്? അവർക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഈഗോ ഇല്ല. അതാണ് ഈ 7ാമത്തെ തലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ അല്ല, ഈ പറയുന്ന ഭൂമിയിൽ ജന്മം എടുക്കുന്ന എന്താണ്? ഒരു സപ്ലിക്കോസാണ്. അതായത് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി യുഗാന്തരങ്ങൾ കൊണ്ട് അവിടെ ജീവിക്കേണ്ട നമ്മൾ ഇവിടെ ഷോർട്ട് സ്പാൻ കൊണ്ട് ഏകദേശം ഒരു 100 വർഷം ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജീവിച്ച് വളരെ പെട്ടെന്ന് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുന്നു. അതിനുവേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആത്മാക്കൾക്ക് 100% നമ്മളെ എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആത്മാവ് വന്ന് ജനനമെടുക്കുന്നത് ഒരമ്മയുടെ വയറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആയുർദൈർഘ്യം അവിടെ കട്ടായി അല്ലേ? അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ മരണത്തിന് മുൻപ് നമ്മളെ വിളിക്കാൻ നമ്മുടെ പൂർവികന്മാർ വരുമെന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെയോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സോടെ കമ്മ്യൂണിക്കേറ്റ് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അതായത് ഈ മരണമായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പലരെയും കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ ചിന്തിക്കില്ല ഇതെന്താ സംഭവം, ഞാൻ ഇന്നയാളെ കണ്ടു, സംസാരിക്കുന്നു, ഇങ്ങനെ നോക്കി സംസാരിക്കുന്നു. അപ്പോൾ ഇവരാരുടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ പൂർവികന്മാർ ഇവരെ വന്ന് കൊണ്ടുപോകും.
കൊണ്ടുപോകുന്നത് ഏത് ഡയമെൻഷൻസിലേക്കാണ്? ഇദ്ദേഹം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്താണോ ആ ഡയമെൻഷൻസിലാണ് അദ്ദേഹം ഡിസർവ് ആയിരിക്കുന്നത് പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഡെത്താണെങ്കിൽ ആരും വരില്ല കൊണ്ടുപോകാൻ. അവർ സ്വാഭാവികമായിട്ടും ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കും. അതിനിപ്പോൾ ഏത് റിലീജനോ ആയിക്കോട്ടെ, ഏത് മതമാണെങ്കിലും അതിൻ്റെ സിസ്റ്റം ഒന്ന് തന്നെയാണ്. അത് അസ്റ്റൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാത്തവരോട് പറയുമ്പോൾ വിശ്വസിക്കണമെന്നില്ല, അവർ എന്തെങ്കിലും ഒരു സമയത്ത് വിശ്വസിക്കും, അത്രയേ ഉള്ളൂ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.